പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ആഴ്ത്തിക്കൊണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങള്, കൃപകള് ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ജൂൺ മാസത്തിന്റെ തിരുഹൃദയ ഭക്തിയോട് ചേർത്ത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് മക്കളുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങള്, അനുഗ്രഹങ്ങള്, സ്നേഹം, സമാധാനം, സന്തോഷം എല്ലാം നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, ജീവിത മേഖലകളെ സമർപ്പിക്കുന്നു, സാമ്പത്തിക മേഖല, ജോലി മേഖല, പഠന മേഖല, കുടുംബജീവിതം എല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ അനുഗ്രഹങ്ങള് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിറച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളിലേക്ക് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ പദ്ധതിയാണ് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് ആ സ്നേഹത്തിൽ നമ്മുടെ മക്കൾ ജീവിക്കണം. കാരണം മറ്റൊന്നുമല്ല, ആ സ്നേഹത്തിനല്ലാതെ നമ്മെ സന്തോഷിപ്പിക്കാനോ സംതൃപ്തിപ്പെടുത്താനോ സാധിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക ജീവനിലാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ജഡമായിട്ട് മാറി, പിശാചിന് അവകാശം കിട്ടി നശിച്ചു പോയ മക്കളെ വീണ്ടും ആ സ്നേഹം കൊണ്ട് നിറച്ച്, ആ ജീവൻ കൊണ്ട് നിറച്ച്, ആ ചൈതന്യത്താൽ നിറച്ചെടുക്കാൻ ഈശോ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സ്നേഹത്തെ അറിയാതെ ജീവിക്കുന്ന, ആ സ്നേഹത്തെ സ്വീകരിക്കാതെ ജീവിക്കുന്ന നമ്മുടെ മക്കൾ, ഈശോയുടെ നമ്മെ പ്രതിയുള്ള തീഷ്ണത, ആ സ്നേഹത്തിന്റെ തീഷ്ണത, ആ തിരുഹൃദയത്തില് കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സ്നേഹാഗ്നിയിൽ നിന്ന് ഈശോ വെളിപ്പെടുത്തുക. എന്നാൽ മനുഷ്യ മക്കൾക്ക് ആ ഒരു തീഷ്ണതയില്ല. എന്തിനുള്ള തീഷ്ണത? ആ സ്നേഹം അനുഭവിച്ച്, ആ സ്നേഹത്തിൽ ജീവിച്ച്, ഈ കർത്താവിന്റെ സംരക്ഷണത്തില് ഈശോയോട് ചേർന്ന് ആ ജീവനില് വളരണമെന്ന ഒരു തീഷ്ണതയില്ല. ഈശോയുടെ വലിയ ആഗ്രഹമാണ് എന്റെ മക്കള് അവർക്ക് സംതൃപ്തി നൽകുന്ന, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന, എല്ലാ സമാധാനം നൽകുന്ന, എല്ലാ സന്തോഷം നൽകുന്ന യേശുവിനെ, ആ ഹൃദയത്തെ, ആ സ്നേഹത്തെ, ആ ജീവനെ സ്വന്തമാക്കി എന്റെ മക്കള് അനുഗ്രഹിക്കപ്പെടണമെന്ന് ഈശോ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈശോയുടെ ഹൃദയം ജ്വലിക്കുക. എന്നാല് മന്ദോഷ്ണരായ മക്കള്, അതിന് താല്പര്യമില്ലാത്ത മക്കള്, അതില് ആ സ്നേഹത്തിൽ ജ്വലിക്കാതെ തീഷ്ണത ഇല്ലാത്ത മക്കളെ ഓർത്ത് ഈശോ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ തീ, ഈ ജീവന്റെ സമൃദ്ധി അതിടാൻ ഈശോ വന്ന്, അതിനുവേണ്ടി ഈശോ എല്ലാം ചെയ്യുന്നുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും പലവട്ടം പ്രത്യക്ഷപ്പെട്ട് ദൈവികാന അത്ഭുതങ്ങള് ഹൃദയം തന്നെ കാണിച്ചു കൊടുത്ത് വിശുദ്ധ മേരി മാർക്കറ്റ് അൽക്കോക്കിലൂടെ ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി ഈശോ ആ സ്നേഹത്തിലേക്ക് വിളിച്ചുകൊണ്ട്, മക്കളെ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വാ, ആ സ്നേഹാഗ്നിജ്വാലിയാൽ നിങ്ങൾ എരിയപ്പെട്. പക്ഷേ അതിലേക്ക് വരാതെ നമ്മുടെ മക്കൾ ഇന്ന്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള് ലോകത്തിന്റെ പിന്നാലെ, മറ്റു പലതിന്റെ പിന്നാലെ പോയി നശിച്ചു പോകുന്ന അവസ്ഥയാണ്, കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ പറയും, എരിയുന്ന തീയും മഞ്ഞുകട്ടയും പോലെയാണെന്ന് പറയാ. ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ അവസ്ഥയും. നമുക്ക് വലിയ തീഷ്ണതയില്ല, ആ സ്നേഹത്താൽ ഒരു ജ്വലനമില്ല, ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹവുമില്ല. ഒരു മഞ്ഞുകട്ട പോലെ കർത്താവിന്റെ സ്നേഹം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹത്താൽ നിറയപ്പെട്ട് ഈ മഞ്ഞുകട്ട ഉരുകി
വീണ്ടും ചൂട് പിടിപ്പിക്കുന്ന വലിയ അഭിഷേകം തരാൻ ഈശോ ആഗ്രഹിക്കുമ്പോ എന്റെ മക്കളെ, നമ്മൾ ഈശോയിലേക്ക് ഓടി വരണം. ആ സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മൾ ജ്വലിപ്പിക്കപ്പെടണം, നമ്മൾ ചൂട് പിടിപ്പിക്കണം. അപ്പോൾ മഞ്ഞുരുകി അത് ചൂടുള്ള ഒന്നായിട്ട് മാറും. അതുകൊണ്ട് അതിനുവേണ്ടി ഈശോ ആഗ്രഹിച്ച് കൂദാശകളിലൂടെ, കർത്താവിന്റെ ബലിയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുടെ സാന്നിധ്യത്തിലൂടെ, തിരുഹൃദയ ഭക്തിയിലൂടെ ഈശോ നമ്മെ വിളിക്കുമ്പോ എന്റെ മക്കളെ ഓടി അണയാൻ നമുക്കിടയാകട്ടെ. ഇന്ന് നമ്മുടെ മക്കളെ ഈ മരവിച്ചു പോയ, ഐസ് കട്ട പോലെ ഉറഞ്ഞു പോയ എല്ലാ മേഖലകളെയും കർത്താവിന്റെ സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വേദന അറിയണം മക്കളെ. ഇത്രമാത്രം സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ എന്റെ മക്കളെ ചേർത്ത് പിടിച്ച് ജ്വലിപ്പിക്കാൻ വേണ്ടി വന്നിട്ട്, രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് അത് സ്വീകരിക്കാതെ പോകുന്ന ആ വലിയ വേദന, റിജക്റ്റഡ് ലവ്, അത് ഭയങ്കര വേദന. ഈ ഒരു അവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ആ തിരുഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല, അതിന്റെ ചൂട്, അതിന്റെ നാളങ്ങൾ നമ്മുടെ മക്കളെ എരിയിക്കട്ടെ, ജ്വലിപ്പിക്കട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും ജ്വലിപ്പിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ജ്വലിപ്പിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാന സന്നിധിയില് ഈ 7-ാം ദിനത്തില് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സ്നേഹാഗ്നി രക്ഷാകരമാണ്, ജീവദായകമാണ്, സന്തോഷദായകമാണ്, സമാധാനദായകമാണ്, എല്ലാം നൽകുന്നതാണ്, എല്ലാത്തിനും പര്യാപ്തമാണ്, എല്ലാത്തിനും മതിയായതാണ്. ആ സ്നേഹം അനുഭവിക്കാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ മക്കളെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് എല്ലാ കൃപകളും കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോടുകൂടി ആയിരിക്കാം മക്കളെ. നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ പൊന്നുപോലെ സ്നേഹത്താൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ എന്തുമാത്രമാണ് അങ്ങ് സ്നേഹിക്കുന്നത്. അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണത എത്രമാത്രം വലുതാണ് കർത്താവേ. ഞങ്ങൾ നന്ദി കെട്ടവരായിട്ടും അങ്ങയിലേക്ക് തിരിയാതിരുന്നിട്ടും അങ്ങയുടെ സ്നേഹത്തിന് ഒരു നന്ദിയില്ലാത്തവരായിട്ടും കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിച്ചിട്ടില്ല. ദിവ്യകാരുണ്യമായിട്ട് ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട്, ആ സ്നേഹത്തെ വെളിപ്പെടുത്തി തന്നുകൊണ്ട്, ഹൃദയം തുറന്നുകൊണ്ട്, മോനെ മോളെ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സമയവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി ഇരിക്കുന്ന ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ നന്ദികേടിനെയോർത്ത്, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദികേട്, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ദേവാലയമില്ല കർത്താവേ, കുടുംബ പ്രാർത്ഥനയില്ല, അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അകന്നു കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത്, ഞങ്ങളുടെ തന്നെ ജീവിതത്തെ ഓർത്ത്, പൗരോഹിത്യത്തെ ഓർത്ത്, സന്യാസ ജീവിതത്തെ ഓർത്ത്, ക്രൈസ്തവ കുടുംബങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ആ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന, എരിയുന്ന കർത്താവേ, ആ സ്നേഹം ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോ അത് സ്വന്തമാക്കാതെ പോയ ഞങ്ങളുടെ അവസ്ഥകളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ആ സ്നേഹത്തിലേക്ക്, ആ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് ഞങ്ങളുടെ മക്കളെ പ്രത്യേകം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ആ സ്നേഹം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. ആ സ്നേഹത്തിൽ ഞങ്ങളുടെ മക്കൾ എരിയട്ടെ. ആ സ്നേഹത്തിൽ ഞങ്ങളുടെ മക്കൾ ജ്വലിക്കട്ടെ. കർത്താവേ, വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് 7-ാം ദിവസത്തിന്റെ എല്ലാ ചൈതന്യത്തിനും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജപം. പിതാവായ ദൈവത്തിന് നേരെയുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം നിറഞ്ഞ തിരുഹൃദയമേ, മഞ്ഞ് പോലെ തണുത്തുറച്ചിരിക്കുന്ന എന്റെ ആത്മാവിന്റെ ഭയങ്കര സ്ഥിതി കാണണമേ. ഇതിന്മേൽ അങ്ങ് ദയായിരിക്കണമേ. എന്നിലുള്ള അന്ധകാരവും ഭക്തി ശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ.
ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും കർത്താവേ അവിടുന്ന് അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. എന്റെ ഹൃദയത്തിലും എന്റെ മക്കളുടെ ഹൃദയത്തിലും എന്റെ കുടുംബാംഗങ്ങളിലും അങ്ങയുടെ ദിവ്യ സ്നേഹ അഗ്നി കത്തിച്ച് വിശുദ്ധ സ്നേഹത്താൽ എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ജ്വലിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ സ്നേഹാഗ്നി എന്റെ ഹൃദയത്തിലും കത്തിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലും കത്തിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ സ്നേഹാഗ്നി എന്റെ ഹൃദയത്തിലും എന്റെ മക്കളുടെ ഹൃദയത്തിലും എന്റെ കുടുംബത്തിലും കത്തിക്കണമേ. സൽക്രിയ ഭക്തിശൂന്യരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ഭക്തിശൂന്യതയോർത്ത്, മന്ദതയോർത്ത്, നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹരാഹിത്യത്തെയോർത്ത് മാപ്പ് ചോദിക്കാം. ആ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹവും ശാന്തതയും കരുണയും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മിലൊക്കെ നിറയപ്പെടട്ടെ. മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഈ തിരുഹൃദയ സ്നേഹത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പഠനം, നമ്മുടെ ജോലി, വക നടക്കാത്ത മക്കള്, ഉചിതമായ ജീവിത പങ്കാളി, മക്കളില്ലാത്ത അവസ്ഥകള്, കുടുംബത്തിലെ പ്രതിസന്ധികള്, സാമ്പത്തിക ഞെരുക്കങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ആശീർവാദത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങനെ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. ആ തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. യേശുവേ, പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങനെ സ്നേഹാഗ്നിയിൽ എരിപ്പിച്ച് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെ പൊന്നുപോലെ അനുഗ്രഹിക്കണമേ, കാത്തു സൂക്ഷിക്കണമേ.